പൊതുജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണം നേരിട്ടിട്ടില്ലാത്ത ആളാണ് എം പി രാജേഷ്. പലതവണ ജനപ്രതിനിധിയായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഒന്നും ഉലഞ്ഞു പോയോ? ഒട്ടുമില്ല. പുല്ലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഉലയേണ്ടെന്ത് കാര്യമുണ്ട്? ഇതിനെ പുല്ലായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അത് നല്ല ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും പറയാൻ പറ്റും. നയം ഉണ്ടായിട്ടില്ല, നയത്തിൽ പറഞ്ഞ അളവും കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാണ് അതിന്റെ പേരിൽ ആരോപണം വരുന്നത്? ആ ആരോപണത്തിന്റെ പിന്നാലെ പ്രതിപക്ഷം പോകുന്നത് അവരുടെ പാപ്പരത്താണ്. എന്തൊരു ദയനീയ അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് കാണിക്കുന്നത്. ഇല്ലാത്തൊരു നയത്തിന്റെ പേരിൽ ഒരാൾ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നു, അതും പിടിച്ച് പ്രതിപക്ഷം വരുന്നു എന്നത് ശരിയാണ്. അവർക്ക് വേറെ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ മിനിമം ഈ പറയുന്ന അഴിമതി തുകയുടെ കാര്യത്തിൽ ഒരു യോജിപ്പ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ ഉണ്ടാകുന്നതല്ല. എന്റെ ചോദ്യം, പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. 5 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് കഴിഞ്ഞ വർഷം ആണ് വർദ്ധിപ്പിച്ചത്, കഴിഞ്ഞ മദ്യനയത്തിലാണ് വർദ്ധിപ്പിച്ചത്. ഒറ്റയടിക്ക് 5 ലക്ഷം. എത്രയാണ് UDFന്റെ 5 കൊല്ലക്കാലം കൊണ്ട് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത്? 1 ലക്ഷം അല്ലേ? ഏറ്റവും കൂടുതൽ ഇളവ് ഇവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒന്ന് ഏതാണ്? ലൈസൻസ് ഫീസിന്റെ കാര്യത്തിലാണ്. പലരും പ്രകോപിതരാണ്, ബാർ ഉടമകൾ പലരും പ്രകോപിതരാണ്. LDFന്റെ 2 സർക്കാരുകൾ 7 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ബാർ ഉടമകളുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സൈസ് മന്ത്രി DGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് കൂടി ചേരുകയാണ്. എന്തെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കത്ത് മന്ത്രി നൽകുന്നത്? ഇപ്പോൾ ഒരു വാർത്ത വന്നല്ലോ, ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണല്ലോ. ശബ്ദരേഖ മുൻനിർത്തി വാർത്തയും വന്നല്ലോ. അപ്പോൾ ശബ്ദരേഖ ഒരാളുടെ പേരിൽ തന്നെ ഐഡന്റിറ്റി വ്യക്തമാക്കപ്പെട്ട ഒരാളുടെ പേരിലല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. കാരണം സർക്കാർ ചർച്ച ചെയ്യുകയോ ആലോചിക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത മദ്യനയത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ കണ്ടെത്തണമല്ലോ. അത് ശക്തമായ നടപടി സ്വീകരിക്കണ്ടേ. അതിന്റെ പിന്നിലുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ. അതാണ് ഒരു ഗൂഢാലോചനയാണ് എന്ന് കരുതുന്നു. അത് അന്വേഷണം കഴിയുമ്പോൾ വ്യക്തമാവും ഗൂഢാലോചനയാണോ എന്നത്. വളരെ വിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സൈസ് വകുപ്പ് ഇതുവരെ അത്തരമൊരു പ്രാഥമിക ചർച്ച പോലും നടത്തിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിച്ച ദിവസം ഡ്രൈ ഡേ പിൻവലിക്കുമെന്ന് അന്നത്തെ രാവിലത്തെ പത്രങ്ങളിലുണ്ടായിരുന്നു. 11 മണിക്കാണല്ലോ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ നയം വന്നപ്പോൾ ഡ്രൈ ഡേ ഇല്ല. അപ്പോൾ അങ്ങനെ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡ്രൈ ഡേ പിൻവലിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലുമായിട്ടൊരു ചർച്ച നടത്തണ്ടേ? ഇതുവരെ ചർച്ചകൾ ജൂണിൽ നടത്താം എന്നേ കണ്ടിട്ടുള്ളൂ, തീയതി പോലും കണ്ടിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയാണ് ഇത്തരം വാർത്ത വന്നത്? ചിലപ്പോൾ ആ വാർത്ത വിശ്വസിച്ചിട്ടാവാം, എന്നാൽ പിന്നെ അതൊരവസരമാക്കി മുതലെടുത്ത് കളയാം എന്ന് കരുതിയിട്ട് ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ടാവുമെന്നാണ് കരുതേണ്ടത്. അപ്പൊ അത് പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശുപാർശ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നൊരു ശുപാർശ സെക്രട്ടറി തല ശുപാർശ മന്ത്രിയുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. മന്ത്രിയുടെ മുമ്പിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒന്നും ഇത്തരം ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. താങ്കളെ ലക്ഷ്യം വെച്ചാണോ സർക്കാരിനെ ലക്ഷ്യം വെച്ചായിരിക്കും ഈ ഓഡിയോ പുറത്തു വന്നിട്ടുള്ളത്? ഇത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെ ലക്ഷ്യം വെച്ചാണല്ലോ. വ്യക്തിപരമായിട്ട് ഇതിലൊന്നും ഞാനൊന്നും കാണുന്നില്ല. രാഷ്ട്രീയമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതല്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് എല്ലാവരും കൂടി ചാടി രംഗത്തിറങ്ങുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് താങ്കളുടെ രാജി 25 കോടി രൂപയുടെ അഴിമതി എന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. എന്താണ് പ്രതികരണം? അതൊക്കെ സ്വാഭാവികമാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ ആവശ്യം വരിക എന്നുള്ളത് അതൊരു നാട്ടുനടപ്പാണല്ലോ, ഒരാചാരം അങ്ങനെയാണല്ലോ. അതവർ നടത്തട്ടെ. ഇവിടെ ഇല്ലാത്ത നയത്തിന്റെ പേരിൽ ആരെങ്കിലും പണപ്പിരിവ് നടത്തിയാൽ അവരെ ഞങ്ങൾ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരും. നയം ഉണ്ടായിട്ടില്ല, നയത്തിൽ പറഞ്ഞ അളവും കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാണ് അതിന്റെ പേരിൽ ആരോപണം വരുന്നത്? ആ ആരോപണത്തിന്റെ പിന്നാലെ പ്രതിപക്ഷം പോകുന്നത് അവരുടെ പാപ്പരത്താണ്. എന്തൊരു ദയനീയ അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് കാണിക്കുന്നത്. ഇല്ലാത്തൊരു നയത്തിന്റെ പേരിൽ ഒരാൾ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നു, അതും പിടിച്ച് പ്രതിപക്ഷം വരുന്നു എന്നത് ശരിയാണ്. അവർക്ക് വേറെ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ മിനിമം ഈ പറയുന്ന അഴിമതി തുകയുടെ കാര്യത്തിൽ ഒരു യോജിപ്പ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ ഉണ്ടാകുന്നതല്ല. പലരും പല തുകയെന്നൊക്കെ പറയുന്നത്. അത് നടക്കട്ടെ. താങ്കളുടെ വീട്ടിലാണ് വോട്ടെണ്ണൽ യന്ത്രം ഉള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇപ്പൊ പോയിട്ട് റെയ്ഡ് നടത്തിക്കോട്ടെ. എന്റെ വീട്ടിലവിടെ ആരുമില്ല. അല്ല, ഇവിടെ വേണമെങ്കിൽ വന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ പാലക്കാട്ട് ആണ് മറ്റേ ഒരു വീട് ഇരിക്കുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് പരിശോധിച്ചിട്ട് കഴിഞ്ഞ അവിടെ തൊട്ട അടുത്തുള്ള വീട്ടിലാണ് ഒരു താക്കോല് കൊടുത്തിട്ടുള്ളത്. മറ്റേ
അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് പോയി ചോദിച്ചാൽ അടുത്ത വീട്ടുകാരെ താക്കോല് കൊടുക്കും, അവർക്ക് പോയി അദ്ദേഹത്തിന് പോയി പരിശോധിക്കാം. കഴിഞ്ഞ UDF സർക്കാരിനെ പിടിച്ചുകുലുക്കിയതാണ് ബാർക്കോഴ. നിയമസഭയാണ് തുടങ്ങാൻ പോകുന്നത്. ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ കാണാമെന്ന്. ഞാൻ നിങ്ങളോട് നേരത്തെ പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ബാക്കി നിയമസഭയിൽ കാണാമെന്നല്ലേ പറഞ്ഞത്. എൻ്റെ ചോദ്യം, പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. 5 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് കഴിഞ്ഞ വർഷം ആണ് വർദ്ധിപ്പിച്ചത്, കഴിഞ്ഞ മദ്യനയത്തിലാണ് വർദ്ധിപ്പിച്ചത്. ഒറ്റയടിക്ക് 5 ലക്ഷം. എത്രയാണ് UDFന്റെ 5 കൊല്ലക്കാലം കൊണ്ട് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത്? 1 ലക്ഷം അല്ലേ? ഏറ്റവും കൂടുതൽ ഇളവ് ഇവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒന്ന് ഏതാണ്? ലൈസൻസ് ഫീസിന്റെ കാര്യത്തിലാണ്. പലരും പ്രകോപിതരാണ്, ബാർ ഉടമകൾ പലരും പ്രകോപിതരാണ്. LDFന്റെ 2 സർക്കാരുകൾ 7 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്തളവാ ചെയ്ത് കൊടുത്ത്? UDF 1 ലക്ഷം വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഈ ടേൺ ഓവർ ടാക്സിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞിട്ടാണോ അറിയാത്താണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കർശനമായിട്ടുള്ള നടപടിയാണ് ടേൺ ഓവർ ടാക്സിന്റെ കാര്യത്തിൽ GST വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവരോട് ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ ആകെ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ആംനസ്റ്റി GST നികുതി കുടിശ്ശികയുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ച സമയത്ത് ബജറ്റിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ബാർ ഉടമകളെ ആംനസ്റ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ്. ആ ഇളവ് മറ്റുള്ളവർക്ക് കൊടുത്ത ഇളവ് പോലും അവർക്ക് കൊടുത്തില്ല എന്നതാണ് കാണേണ്ടത്. അപ്പോൾ അതിലൊക്കെ പ്രകോപിതരായിട്ടുള്ള ബാർ ഉടമകൾക്ക് വേണ്ടിയാണോ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരിതിലൊക്കെ പ്രകോപിതരാണ്. മാത്രമല്ല, പരിശോധന കർശനമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ UDFന്റെ കാലത്ത് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയില്ല. ഞങ്ങളല്ലേ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി കൊണ്ടുവന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിങ്ങൾ പരിശോധിച്ചറിയാം, 52 പേർക്കെതിരെ നടപടിയെടുത്തു, 30 ലൈസൻസുകൾ റദ്ദാക്കി, ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, 2 നിർത്തലാക്കി. ഈ നടപടികളെല്ലാം കർശനമായിട്ട് സ്വീകരിക്കുകയാണ്. അതിലും നല്ല അസ്വസ്ഥതയുള്ള ആളുകളുണ്ട്. എക്സൈസിന്റെ പരിശോധന കർശനമാക്കിയതിലൊക്കെ അസ്വസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. ഏറ്റവും അവസാനമായി, പൊതുജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണം നേരിട്ടിട്ടില്ലാത്ത ആളാണ് MP രാജേഷ്. പലതവണ ജനപ്രതിനിധിയായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഒന്നുലഞ്ഞു പോയോ? ഒട്ടുമില്ല. പുല്ലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഉലയേണ്ടെന്ത് കാര്യമുണ്ട്? ഇതിനെ പുല്ലായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അത് നല്ല ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും പറയാൻ പറ്റും. പറയട്ടെ, ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വീടിന്റെ താക്കോലുണ്ട്, വീട് അന്വേഷിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ക്യാമറയിൽ വെച്ച് അന്വേഷിക്കാം. എന്നാൽ അതൊരു ഉപകാരമായിരിക്കും. ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ എല്ലായിടത്തും നിന്ന് പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ KPCC പ്രസിഡന്റ് 25 കോടി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും എന്നെ ഒരു സാധാരണഗതിയിൽ ആക്ഷേപങ്ങളൊക്കെ അങ്ങനെ കേട്ട് ശീലമില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ഇത് സാധാരണ ഒരു ആക്ഷേപമൊക്കെ വന്നാൽ എന്നെ ബാധിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് ഞാൻ പരമപരിഹാസത്തോടു കൂടിയാണ് കാണുന്നത്. എന്തായാലും അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തുവരും എന്നാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്.